നമസ്കാരം ഡാകൃഷ്ണയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് പറയാൻ പോകുന്ന കളർ സ്പേസിനെ കുറിച്ചാണ്. കളർ സ്പേസ് എന്ന് ഉള്ളൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചിലർക്കെങ്കിലും അറിയാമായിരിക്കും. പക്ഷേ ഈ കളർ സ്പേസ് ആണോ ഇതെന്നൊക്കെ അറിയാത്ത അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഒരു പുള്ളി എൻ്റെ അടുത്തൊരു കമൻറ്റ് ഇട്ടിരുന്നു, ഒരു ബ്രോ കമൻറ്റ് ഇട്ടിരുന്നു. ഫോണിൻ്റെ അകത്ത് എടുത്ത ലോഗ് ഫയലിനെ ഏത് ഗാമ ഇൻപുട്ടാണ് ഔട്ട്പുട്ടാണ് കൊടുക്കേണ്ടത് കളർ സ്പേസിലുള്ളൊരു ഓപ്ഷനാണ് ഈ ഗാമ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് പുള്ളിനോട് പെട്ടെന്ന് പറയാൻ ഒരു ബുദ്ധിമുട്ടായി, എങ്ങനെ ചെയ്യും? മീൻസ് അദ്ദേഹം മാനുവലി ചെയ്യാണ് ഈ കളർ കറക്ഷൻ ഓരോ ടൈമിലും ലോഗ് ഫയൽ ഷൂട്ട് ചെയ്തിട്ട്. അപ്പോൾ അത് ഏത് ഫോർമാറ്റിൽ വരുന്നത്? സാധാരണ ഇതിൽ നമ്മളൊരു ഫോൺ എന്നുള്ളൊരു കൺസെപ്ഷൻ അല്ല, അതൊരു ക്യാമറ ആണെങ്കിൽ സോണിക്കാണെങ്കിൽ സോണിയുടേതായ സെറ്റിങ്സ് ഉണ്ട്, നിക്കോൺ ആണെങ്കിൽ നിക്കോണിൻ്റെ സെറ്റിങ്സ് ഉണ്ട്, കനാൺ ആണെങ്കിൽ കനാണിൻ്റെ സെറ്റിങ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ പറയാൻ എളുപ്പമായിരുന്നു. ഇത് ഫോണിൻ്റെ കാര്യത്തിലാകുമ്പോൾ എനിക്കും വലിയൊരു ഐഡിയ ഒന്നുമില്ല. ഞാൻ ആദ്യമേ പറയട്ടെ, നിങ്ങൾക്കറിയാം ഞാനൊരു ലിമിറ്റഡ് എഡിഷനാണ്, എനിക്ക് കളർ ഗ്രേഡിങ്ങിൽ വലിയൊരു ഐഡിയ ഒന്നുമില്ല. ഞാനങ്ങോട്ട് ചെയ്തു പോകുന്നല്ലാതെ കൃത്യമായിട്ട് പറഞ്ഞിട്ട് കാര്യം, ഞാൻ ഇത്രയും ക്യാമറകളൊന്നും യൂസ് ചെയ്തിട്ട് എന്താ പറയുക, കളർ ഗ്രേഡിങ്ങിൻ്റെ സെക്ഷനിലേക്കൊന്നും അങ്ങനെ അങ്ങോട്ട് പോയിട്ടില്ല. കാര്യം നമ്മൾ സാധാരണ ഈ കല്യാണ വീഡിയോസൊക്കെ ചെയ്യുന്ന അതിൽ അത്രയൊന്നും ലോഗൊന്നും ഇട്ട് ആരും ചെയ്തു തരുന്നില്ല. ഞാനൊരു ചെറിയ ആ ലെവലിലാണ് പോകുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഔദ്യോഗികമായിട്ട് എടുക്കണ്ട. പറയുന്നതിൽ ചിലപ്പം എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടായിരിക്കാം, എന്നാലും എനിക്കറിയാവുന്ന ഒരു കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ പോവുകയാണ്. ഇത്രയും പറഞ്ഞു തുടങ്ങി എന്താ വെച്ചാൽ, ഇത് ഒരു ഔദ്യോഗിക വീഡിയോ ആണെന്ന് കണ്ടിട്ട് ഇനി നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാകും, നിങ്ങൾ എന്നെ എന്തെങ്കിലും പറയേണ്ടതെന്ന് കരുതിയാണ് ആദ്യം ഞാനൊരു എക്സ്ക്യൂസ് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഇത്രയും വിചാരിച്ചാൽ ഫ്യൂഷൻ്റെ അകത്ത് ഈ കളർ സ്പേസ് എങ്ങനെ നോഡ് ഇട്ടിട്ട് ചെയ്യാന്നുള്ള ഒറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ബാക്കിയൊക്കെ തന്നെ എക്സ്ട്രാ ആണ്, അതിനെ നിങ്ങൾ മുകളിലേക്ക് എടുക്കണ്ടെന്ന് പറയില്ല, അങ്ങനെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇൻപുട്ട് മീഡിയ ഔട്ട്പുട്ട് മീഡിയ ഉണ്ട്. അതിൽ ഇൻപുട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഷിഫ്റ്റ് സ്പേസ് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയുന്നതാണ് COLOR ആണ് കേട്ടോ. കളർ COLOUR അടിക്കരുത് കേട്ടോ. കളർ സ്പേസ് എസ് നടിക്കുമ്പോൾ തന്നെ സ്പേസ് 2 ഓപ്ഷൻ വരും. താഴെ കളർ സ്പേസ് ട്രാൻസ്ഫോം എന്നുള്ള ഓപ്ഷൻ കണ്ടോ, അതൊന്ന് ക്ലിക്ക് ചെയ്യുക, നോഡിനെ ആഡ് ചെയ്യുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്പെക്ടറിൽ കുറച്ച് സെറ്റിങ്സ് വരും അല്ലേ. ഇൻസ്പെക്ടർ ഓഫാണ്, ഒന്ന് ഓൺ ചെയ്ത് നോക്കിയാൽ ഒരുപാട് സെറ്റിങ്സ് വരും. ഓക്കെ, അപ്പോൾ അതിൽ കളർ സ്പേസിൻ്റെ അകത്ത് കളർ സ്പേസ് ട്രാൻസ്ഫോം എന്നുള്ളതിനകത്ത് ഒരു ഇൻപുട്ട് കളർ സ്പേസ്, ഇൻപുട്ട് ഗാമ, ഔട്ട്പുട്ട് കളർ സ്പേസ്, ഔട്ട്പുട്ട് ഗാമ എന്ന് പറയും. ഈ ഗാമ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് സിമ്പിൾ ഇത്രേ ആണ് എനിക്ക് പറയാൻ അറിയാവുന്നത്. ഈ ഒരു വൈറ്റ് കളർ കണ്ടോ, വീഡിയോൻ്റെ അകത്ത് എക്സ്ട്രാ ഒരു വൈറ്റ് കളർ ഉണ്ടോ, ഇതാണ് ഏകദേശം ഒരു ഗാമ എന്ന് പറയുന്നത്. അതിന് കറക്റ്റ് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തതെന്നൊന്നും എനിക്ക് അറിയില്ല, ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ അത് അത്രയും അങ്ങോട്ട് ചിന്തിക്കാൻ പോകണ്ട. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇത്രയും പറഞ്ഞാൽ, ഈ ഒരു ഫൂട്ടേജ് ഇപ്പോൾ നമ്മൾ സോണിയുടെ അകത്താണ് ഷൂട്ട് ചെയ്തതെന്ന് കരുതുക. സോണിയുടെ ലോഗ് ഫയലാണെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ഇൻപുട്ട് കളർ സ്പേസ് എന്നുണ്ടോ, ഈ REC 709 കണ്ടോ, ഇത് സ്റ്റാൻഡേർഡ് എഡിറ്റർ പ്രൊഫൈലാണ് കേട്ടോ. ഇതൊരു വിധം മോണിറ്ററുകളിലും ഒക്കെ, അതായത് എഡിറ്റിങ്ങിലും ക്യാമറയിലൊക്കെ കോമൺ ആയിട്ട് വരുന്നൊരു സംഭവമാണ്. ഡാവിഞ്ചിയിൽ പ്രത്യേകിച്ച് ഡിഫാൾട്ടായിട്ട് അവർ തരുന്ന ഇതാണ്. അപ്പോൾ ഈ ഒരു കളറിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേഫായിട്ട് ഒരാൾക്ക് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കൃത്യമായ ഒരു കളർ കിട്ടും എന്നുള്ളൊരു ഐഡിയ നമുക്ക് ഉണ്ടാവും. പിന്നെ ബാക്കി നമ്മുടെ മോണിറ്ററിൻ്റെയും ക്യാമറേൻ്റെയും എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിനൊക്കെ ബാധിക്കും കേട്ടോ. ഈ കളറ് നമ്മൾ എടുക്കുന്ന കളറുണ്ടാവില്ല മിക്കവാറും ഒരു TV കാണുമ്പോൾ കിട്ടുന്നത്. ആ ക്യാമറയ്ക്ക് എത്ര ക്ലിയർ ഉണ്ടോ അത്രയും ക്ലിയറിൽ അത്രയും ക്വാളിറ്റി ഉള്ള ഒരു ഔട്ട് തരാൻ പറ്റുന്നത് തിയേറ്ററുകളിലൊക്കെയാണെങ്കിൽ കറക്റ്റ് കിട്ടും. അല്ലാത്ത പക്ഷേ എന്തായാലും ചെറിയ മാറ്റങ്ങളൊക്കെ വരും, നിങ്ങൾക്ക് തന്നെ അറിയാം. ഇപ്പോൾ എൻ്റെ TV എനിക്ക് കാണുന്ന സമയത്ത് വേറൊരു കളറാണ്, സാംസങ്ങിൻ്റെ TV ആണ്. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഡെല്ലിൻ്റെ മോണിറ്ററാണ്, അതിൽ വേറൊരു കളറാണ്, ചെറിയ മാറ്റം ഉണ്ടാവും, നമുക്ക് ശരിക്കും മനസ്സിലാവും. അത് മാത്രമല്ല, ഞാൻ ഉപയോഗിക്കുന്ന ചെറിയൊരു മോണിറ്ററുണ്ട്, സെക്കൻഡ് മോണിറ്റർ, അതിൽ ഭയങ്കര കളർ വ്യത്യാസമുണ്ട്. അതുപോലെ എൻ്റെ ലാപ്പിൽ വേറൊരു കളറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ, ഓരോ ഡിവൈസിലും എൻ്റെ ഫോണിലാണെങ്കിൽ വേറെ കളറാണ്. ഓരോ ദിവസം കഴിയും തോറും എന്താ പുതിയ പുതിയ ടെക്നോളജി വരികയാണ്. LED AMO LED ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്, എനിക്ക് ഒന്നും പറയാൻ അറിയില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ ഡിവൈസുകൾ വരികയാണ് ഓരോ ദിവസം. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് കളർ പ്രൊഫൈലുകൾ മാറിക്കൊണ്ടേ നിൽക്കും. മീൻസ് കളർ പ്രൊഫൈൽ എന്നല്ല പറയാം, കളർ സ്പേസുകൾ മാറിക്കൊണ്ടേ നിൽക്കും. സ്പേസ് കൂടും, നമുക്ക് കണ്ണിന് കാണാവുന്ന അത്രയും മാക്സിമം എത്തിക്കാൻ പറ്റുന്ന ക്യാമറകളും ഡിവൈസുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം നമുക്ക് ഈ ഒരു പറയുന്ന റേഞ്ചിലേക്ക് കാണാം. ആ റേഞ്ച് എത്ര ഉണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടോ. ഈ കളർ സ്പേസിൽ വന്നു കഴിഞ്ഞാൽ അതും എനിക്ക് കൂടുതൽ പറയാൻ അറിയില്ല. ഇവിടെ പരേഡ് ഉണ്ടാവും, ഈ പരേഡിൻ്റെ അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് CIE ക്രോമാറ്റിസിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇതാണ് ഒരു കണ്ണിന് കാണാൻ പറ്റിയ കളർ സ്പേസ്. അതായത് ഒരു മനുഷ്യന് സ്വാഭാവികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുള്ളവരല്ല കേട്ടോ, നോർമലായിട്ടുള്ള ഒരാൾക്ക് കാണാൻ പറ്റുന്ന ഒരു കളർ സ്പേസ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ അകത്ത് ഒരു ത്രികോണം കണ്ടോ, ഒരു ട്രയാങ്കിൾ കണ്ടോ, ഈ ട്രയാങ്കിളിൻ്റെ അകത്ത് കാണുന്ന ഇത്രയും ഏരിയയാണ് നമ്മൾ പറയുന്നത് REC 709 എന്ന് പറയുന്ന കളർ സ്പേസ്. അപ്പോൾ ഈ സ്പേസ് ആകുമ്പോൾ ഒരുവിധം മോണിറ്ററിലൊക്കെ കിട്ടും. ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഓപ്ഷൻ കേട്ടോ. ഇത്രയും കൂടെ നമുക്ക് കാണാൻ പറ്റും, പക്ഷേ വീഡിയോയിൽ എത്തുമ്പോൾ ഇത്രയും കുറയും. ഇതിൻ്റെ പുറത്തോട്ട് ഒരുപാട് കളർ സ്പേസുകളുണ്ട്. നമുക്ക് അൾട്രാ വയലറ്റ്, ഇൻഫ്രാറെഡ് എന്നൊക്കെ പറയുന്ന ഇതൊക്കെ കളർ സ്പേസിൽ വരുമെന്ന് എനിക്കറിയില്ല. അതൊന്നും നമുക്ക് കാണാൻ പറ്റാത്ത കളറുകളാണ്, നമ്മളതിനെ കാണുന്നതല്ലേ. തേനീച്ചയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ എന്താ പറയുക, ആ തേനീച്ചയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ആ കളറൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ഡിവൈസ് ആണെങ്കിൽ അതിന് നല്ല വൃത്തി കാണാം. അപ്പോൾ കൂടുതൽ അതിനെപ്പറ്റി പറഞ്ഞ് ഞാൻ കോളാക്കുന്നില്ല. അപ്പോൾ തിരിച്ച് വരികയാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി എന്താ ചെയ്യാൻ പോണാറേ, കളർ സ്പേസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിപ്പോൾ ഞാൻ സോണിയാണെന്ന് പറഞ്ഞല്ലോ അല്ലേ. ഇൻപുട്ട് കളർ സ്പേസിൽ വന്നിട്ട്
നമുക്ക് എന്ത് ചെയ്യുക, ഇൻപുട്ട് കളർ സ്പേസ് ഏതാണെന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സോണി എസ് എന്നുള്ള ഒരു ഓപ്ഷനിലാണ് സോണീൻ്റെ വരുന്നത് അല്ലേ. ആ ഒരു ഏതെങ്കിലും ഒരു ഫോർമാറ്റ് ഞാനൊന്ന് കൊടുത്തു നോക്കുകയാണേ. ഇനി എന്ത് ചെയ്യുക, ലീനിയർ ഒന്ന് മാറ്റിയിട്ട് ഗാമ ഇൻപുട്ട് ഏതാണെന്ന് കൊടുക്കുക. അതും നമുക്ക് ഈ പറഞ്ഞ പോലെ സോണി ലോഗ് 3 എന്നുള്ള ആ ഒരു സംഭവം വേണമെങ്കിൽ കൊടുത്ത് നോക്കാം അല്ലേ. അപ്പോൾ കണ്ടോ, ഇത് സോണിയിലാണ് ഷൂട്ട് ചെയ്തതെങ്കിൽ എനിക്ക് തോന്നുന്നു കളർ ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ടെന്ന് അല്ലേ. നമ്മൾ കളർ കറക്റ്റ് ചെയ്ത പോലെ ആയില്ലേ. ഇനി ഇവിടെ ഔട്ട്പുട്ട് കളർ സ്പേസ് ഉണ്ട്, അതിങ്ങനെ തന്നെ കിടന്നോട്ടെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാര്യം ഔട്ട്പുട്ട് വരുന്ന ഈ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നതാണ് നമുക്ക് നല്ല. അപ്പോൾ ഔട്ട്പുട്ട് ഗാമ ഉണ്ട്, ലീനിയറിലാണ്. അത് വേണമെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഗാമയിലേക്കൊക്കെ മാറ്റി വെക്കാം. കണ്ടോ, ഇങ്ങനെ മാറ്റി നോക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കിട്ടും. അപ്പോൾ ഞാനിതിനെ പറ്റി കുറച്ചുകൂടെ നല്ല വൃത്തിയിൽ എവിടെയെങ്കിലുമൊക്കെ നോക്കി പഠിച്ചിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാം. തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് റീസെറ്റ് ഡിഫാൾട്ട് ആക്കിയിട്ടിട്ട് ഏത് ക്യാമറയിലാണോ നിങ്ങൾ ഷൂട്ട് ചെയ്തത് ആ ഒരു ലോഗിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു കളർ പ്രൊഫൈൽ കിട്ടും എന്നാണ് ചുരുക്കി പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇവിടെയാണ് ഈ സെറ്റിങ്സ് ഒക്കെ ചെയ്യേണ്ടത്. ഈ സെറ്റിങ്സിനെ പറ്റി മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ, ബാക്കിയൊക്കെ അനൗദ്യോഗികമാണ്. ഓക്കെ, അപ്പോൾ ഇത് മാത്രമല്ല, ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടാകുന്നതിന് പകരം നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്. കളർ പ്രൊഫൈലിൽ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും തക്കട്ടെ, ഞാൻ വീണ്ടും കളർ ഗ്രേഡിങ്ങിൻ്റെ ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഞാൻ നമ്മളിപ്പോൾ കളർ മാറ്റി കാണിച്ചുകൊണ്ട് മാറിക്കാനെ റീസെറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു കളറാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ അത്ര ഒരു എന്താ പറയുക ഇമ്പോർട്ടൻസ് ഇല്ലാത്തൊരു വീഡിയോ ഒക്കെ ആണ്, ജസ്റ്റ് ഒരു കളർ ഗ്രേഡിങ് ചെയ്താൽ മതി എന്നാണെങ്കിൽ ഈ ഒരു കണ്ടോ, ഈ ഒന്ന് ഞെക്കി കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഒരു കളർ പ്രൊഫൈലിലേക്ക് അവർ കൊണ്ടുവന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഒറ്റ ക്ലിക്ക് കൊണ്ട് പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുക. ഇതിലും കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഞാൻ ഒന്നും കൂടെ ഒന്ന് പഠിച്ചിട്ട് കുറച്ചുകൂടെ വീഡിയോസ് ചെയ്യുക. അത് മാത്രമല്ല നിങ്ങളൊന്നുകൂടെ സെർച്ച് ചെയ്യുക, യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ഔദ്യോഗികമായിട്ട് പറയണമെങ്കിൽ നല്ല വൃത്തിയിൽ പഠിക്കണം. കാരണം തെറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളെൻ്റെ വിളിക്കും, പിതാമഹന്മാർക്ക് വിളിക്കുക, ഞാൻ കേൾക്കണ്ടല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞെക്കി കഴിഞ്ഞാൽ തന്നെ ഓൾമോസ്റ്റ് നമുക്കൊരു ഇതിലേക്ക് കിട്ടും. പിന്നെ ബാക്കി നമുക്ക് കളർ ഗ്രേഡിലാണ് ബാക്കി കാര്യങ്ങളൊക്കെ കിടക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം അതൊക്കെ. ബാക്കി ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ളൊരു കളർ ഗ്രേഡിലേക്കൊക്കെ കൊണ്ടുപോകാം. ബാക്കി കളർ ഗ്രേഡിങ്ങിലാണ് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കളർ എങ്ങനെ മാറ്റണം, എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കളർ ഗ്രേഡിങ്ങിലാണ് തീരുമാനിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്പെട്ടു എന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ഇത്രേ ഉപകാരപ്പെട്ടെങ്കിൽ, അതായത് ഫ്യൂഷൻ്റെ അകത്ത് കളർ സ്പേസ് എങ്ങനെ ആഡ് ചെയ്യുക, എങ്ങനെ മാറ്റുക എന്നുള്ള കാര്യം മാത്രം കുറഞ്ഞ ടൈമിലുള്ള ആ കാര്യം മാത്രം മനസ്സിലായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക. ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിലുള്ള മിസ്റ്റേക്കുകളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തുതരാം, അപ്പോൾ എനിക്കും മനസ്സിലാക്കാമല്ലോ. ഓക്കെ അല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.